എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മുടെ KL16 ഗ്യാരേജിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പുതിയ വണ്ടി റീസ്റ്റോർ ചെയ്തുകൊണ്ട്. മഴയാണ് പുറത്ത്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ദേ ഈ മുന്നിലിരിക്കുന്ന വണ്ടി ഈ കോലത്തിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു, അതുപോലെ എത്ര രൂപ നമ്മൾ മുടക്കേണ്ടി വന്നു, എല്ലാം തന്നെ മനസ്സിലാകുന്നതാണ്. സോ ഉറപ്പായിട്ടും വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ബുള്ളറ്റ് റിലേറ്റഡ് വീഡിയോസും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വീഡിയോസിനും ഉറപ്പായിട്ടും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഷീജിനെ, ഇത് ഏത് വർഷത്തെ വണ്ടിയാ? ഇത് 1976-77 1976 മോഡൽ വണ്ടിയാണ്. അപ്പോൾ 51 വർഷം അല്ലേ? 51 വർഷമായിട്ടുണ്ട്. ഈ കളർ ആയിരുന്നു വണ്ടി? ഇല്ല, ഇത് ബ്ലാക്ക് ആയിരുന്നു. ബ്ലാക്ക് കളർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ എന്തായിരുന്നു, കംപ്ലൈന്റ് ആയിരുന്നു അതോ റീസ്റ്റോർ ചെയ്യാൻ കൊണ്ടുവന്നത്? ഇത് ആക്ച്വലി ഈ വണ്ടി ചാലക്കുടിയിലുള്ള വണ്ടിയാണ്. തൃശ്ശൂർ ചാലക്കുടി, കലവമണിയുടെ നാട്. കലവമണിയുടെ മണിച്ചേട്ടൻ്റെ നാട്. അതെ, മണിച്ചേട്ടൻ്റെ നാട്. അപ്പോൾ കസ്റ്റമർ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, അതിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, റിവീൽ ചെയ്തെന്ന് പറഞ്ഞു. ചാലക്കുടി എന്നുള്ള വണ്ടിയാണ്. 2 വണ്ടിയുണ്ട്. അടുത്ത വന്നിട്ട് ഡബിൾ സൈലൻസറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സെറ്റപ്പ് ആയിട്ട് ഇറങ്ങുന്ന വണ്ടിയാണ്. ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. എന്തായാലും അതിനുവേണ്ടി നിങ്ങൾ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്തതാണ്. പുള്ളി അവിടെ നിന്ന് എന്നെ കോൺടാക്ട്, ഗൾഫിലാണ്, പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തു. ഒരു KBV, ഒരു KBT. ഇത് KBV വണ്ടിയാണ്. അപ്പോൾ പുള്ളി നമ്മൾ വീഡിയോ കണ്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കുറച്ചൊക്കെ എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി തന്നെ ഗൾഫിൽ ഇരുന്നു കൊണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് 2 വണ്ടി മേടിച്ചു. മേടിച്ച വണ്ടിയാണ്. മേടിച്ച് പുള്ളി തന്നെ ഈ വണ്ടി 2 വണ്ടി എന്റെ കടയിൽ എത്തിച്ചു തന്നു. ഈ സീറ്റ് ഇതിന്റെ ഓണർ വരുത്തി തന്നതാണ്. ഇത് ചെന്നൈ ആണോ? അല്ലല്ല, ഇത് ബോംബെന്നോ ഡൽഹിന്നോ വരുത്തിയതാണ് സീറ്റ്. ഇത് ആക്ച്വലി നമ്മൾ വേറെ ഏതിലോ കണ്ടില്ലേ? അത് വേറെ പേരായിരുന്നു. നമ്മൾ ചെന്നൈ ഡോക്ടറെ വണ്ടിയിൽ അത് ചെയ്തെടുത്തതാണ്. ഈ സീറ്റ് ഇങ്ങനെ മനസ്സിലായി. ചെന്നൈയിലെ ഡോക്ടറെ വണ്ടിയിൽ ഇതുപോലെ കൊച്ചു സീറ്റായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി പിന്നെ ഹാഫ് എഞ്ചിൻ വർക്ക് ഉണ്ടായിരുന്നു. സിലിണ്ടറും ഹെഡ് പിസ്റ്റണും ഹെഡും നമ്മൾ പണിതായിരുന്നു. പിന്നെ ബാക്കി പെയിന്റിങ്, പ്ലേറ്റിങ് കാര്യങ്ങളെല്ലാം. ഇത് ബ്ലാക്ക് അല്ലായിരുന്നു. ഈ വണ്ടി വന്നിട്ട് മറ്റേ നമ്മുടെ സിൽവർ ടൈപ്പ് പോലത്തെ ഒരു കളർ നമ്മൾ ഇതിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്.